നിങ്ങളുടെ അടുത്ത പോർഷനാണിത്. സൈഫൺ അക്യുഡക്റ്റിൻ്റെ ഡിസൈനാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്തത് അക്യുഡക്റ്റിൻ്റെ ഡിസൈനായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ ഏകദേശം അതുപോലെ തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഡിസൈൻ എ സ്യൂട്ടബിൾ ക്രോസ് ഡ്രെയിനേജ് വർക്ക് ഫോർ ദി ഫോളോയിങ് ഡീറ്റെയിൽസ്. അപ്പോൾ ഇതിലൊരിക്കലും ഇതൊരു സൈഫൺ അക്യുഡക്റ്റിൻ്റെ ഡിസൈനാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നും പറഞ്ഞുകൊണ്ടായിരിക്കത്തില്ല ക്വസ്റ്റ്യൻ വരുന്നത്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ കണ്ടുപോലെ തന്നെ ഡിസൈൻ എ സ്യൂട്ടബിൾ ക്രോസ് ഡ്രെയിനേജ് വർക്ക് എന്നും പറഞ്ഞ് അവർ കനാലിൻ്റെയും അതുപോലെ തന്നെ ഡ്രെയിനേജിൻ്റെയും കുറേ ഡീറ്റെയിൽസ് പറയും. ആ ഡീറ്റെയിൽസ് വെച്ച് നിങ്ങൾ വേണം അത് ഒരു സൈഫൺ അക്യുഡക്റ്റാണെന്ന് തിരിച്ചറിയേണ്ടത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ മൊത്തത്തിലുള്ള ഈ ഡീറ്റെയിൽസും കാര്യങ്ങളും നോക്കുക. ആദ്യം കനാൽ ഡിസ്ചാർജ്, കഴിഞ്ഞ ക്വസ്റ്റ്യന് തന്നിരിക്കുന്ന പോലെ തന്നെ കനാൽ ഡിസ്ചാർജ്, ബെഡ് വിഡ്ത്ത്, ഡെപ്ത്ത്, അതുപോലെ കനാലിൻ്റെ ബെഡ് ലെവൽ വന്നിട്ടുണ്ട്, ഹയസ്റ്റ് ഫ്ലഡ് ലെവൽ ഓഫ് ഡ്രെയിനേജ് വന്നിട്ടുണ്ട്, ബെഡ് ലെവൽ ഓഫ് ഡ്രെയിനേജ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് നമുക്കറിയാം ഒരു അക്യുഡക്റ്റ് അല്ലെങ്കിൽ സൈഫൺ അക്യുഡക്റ്റിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കനാല് മുകളിൽക്കൂടെ ഒഴുകുന്നു, താഴെക്കൂടെ ഡ്രെയിനേജ്, അതായത് സ്ട്രീംസ് റിവേഴ്സ് താഴെക്കൂടെ ഒഴുകുന്നു, മേളിൽക്കൂടെയാണ് കനാൽ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രക്ചറാണോ ഇതെന്ന് ആദ്യം നിങ്ങൾ ഉറപ്പാക്കുക. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിന് നോക്കേണ്ട ബെഡ് ലെവലാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇപ്പോൾ കനാലിൻ്റെ ബെഡ് ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കനാലിൻ്റെ ബെഡ് ലെവൽ എന്നുള്ളത് 160 മീറ്ററും പിന്നെ ഡ്രെയിനേജിൻ്റെ ബെഡ് ലെവൽ എന്നുള്ളത് 158 മീറ്ററുമാണ്. അതായത് കനാല് മുകളിലും ഡ്രെയിനേജ് താഴെയാണ്. രണ്ടിൻ്റെ റെഡ്യൂസ് ലെവൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതുകൊണ്ട് കനാലിൻ്റെ ബെഡ് ലെവലാണ് ഇവിടെ മുകളിൽ, അതുകൊണ്ട് കനാല് മുകളിലും ആയിരിക്കും, ഡ്രെയിനേജ് താഴെയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഉള്ള ഒരു ക്രോസ് ഡ്രെയിനേജ് വർക്ക് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണമേ ഉള്ളൂ. ഒന്ന് അക്യുഡക്റ്റും ഒന്ന് സൈഫൺ അക്യുഡക്റ്റുമാണ്. ഇനി രണ്ടാമത്തെ കാര്യത്തിലോട്ട് വരും. ഇത് അക്യുഡക്റ്റ് ആണോ അല്ലെങ്കിൽ സൈഫൺ അക്യുഡക്റ്റ് ആണോ എന്ന് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അതിന് നമ്മൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനാലിൻ്റെ ബെഡ് ലെവൽ നോക്കുക. കനാലിൻ്റെ ബെഡ് ലെവൽ എന്നുള്ള 160 മീറ്ററും ഡ്രെയിനേജിൻ്റെ ഹയസ്റ്റ് ഫ്ലഡ് ലെവൽ നോക്കുക. ഹയസ്റ്റ് ഫ്ലഡ് ലെവൽ ഓഫ് ഡ്രെയിനേജ് എന്നുള്ള 160.5 മീറ്ററാണ്. അപ്പോൾ ഡ്രെയിനേജിൻ്റെ ഹയസ്റ്റ് ഫ്ലഡ് ലെവൽ എന്നുള്ളത് ദാറ്റ് ഈസ് ലെസ് ദാൻ കനാൽ ബെഡ് ലെവലാണ്. അപ്പോൾ കനാലിൻ്റെ ബെഡ് ലെവലിനെയും കാട്ടി മുകളിലാണ് ഡ്രെയിനേജിൻ്റെ ഹയസ്റ്റ് ഫ്ലഡ് ലെവൽ. അതുകൊണ്ട് തന്നെ ഇതൊരു സൈഫൺ അക്യുഡക്റ്റ് ആയിരിക്കും. അക്യുഡക്റ്റിൻ്റെ കേസ് നേരെ തിരിച്ചായിരുന്നു. അക്യുഡക്റ്റിൻ്റെ കേസിൽ കനാലിൻ്റെ ബെഡ് ലെവലായിരുന്നു മുകളിൽ. കനാലിൻ്റെ ബെഡ് ലെവൽ ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദി ഹയസ്റ്റ് ഫ്ലഡ് ലെവൽ ഓഫ് ഡ്രെയിനേജ് ആയിരുന്നു അക്യുഡക്റ്റിൻ്റെ കേസിൽ. ഇവിടെ നേരെ തിരിച്ചാണ്. ഹയസ്റ്റ് ഫ്ലഡ് ലെവൽ ഓഫ് ഡ്രെയിനേജ് ഈസ് ഗ്രേറ്റർ ദാൻ ദി ബെഡ് ലെവൽ ഓഫ് കനാൽ. സോ ഇറ്റ് വിൽ ബി എ സൈഫൺ അക്യുഡക്റ്റ്. അപ്പോൾ അത് വേണം നിങ്ങൾ ആദ്യം എഴുതാൻ, ഫസ്റ്റ് സ്റ്റെപ്പായിട്ട്. അല്ലെങ്കിൽ അതൊരു സ്റ്റാർട്ടിങ് പോലെ നിങ്ങളത് എഴുതണം. അതാണ് എഴുതിയിരിക്കുന്നത്. ഹിയർ കനാൽ ഈസ് ഫ്ലോയിങ് ഓവർ ദി ഡ്രെയിനേജ് ബിക്കോസ് ബെഡ് ലെവൽ ഓഫ് കനാൽ ഈസ് എബോവ് ദി ബെഡ് ലെവൽ ഓഫ് ഡ്രെയിനേജ്. പിന്നെ ദി ഹയസ്റ്റ് ഫ്ലഡ് ലെവൽ ഓഫ് ഡ്രെയിനേജ് ലൈസ് എബോവ് ദി ബെഡ് ലെവൽ ഓഫ് കനാൽ. അതാണ് നേരത്തെ പറഞ്ഞ കാര്യം. ഡ്രെയിനേജിൻ്റെ ഹയസ്റ്റ് ഫ്ലഡ് ലെവൽ എന്നുള്ള ദാറ്റ് ഈസ് എബോവ് ദി ബെഡ് ലെവൽ ഓഫ് കനാൽ. ഹെൻസ് ദി ക്രോസ് ഡ്രെയിനേജ് വർക്ക് ടു ബി ഡിസൈൻഡ് ഈസ് സൈഫൺ അക്യുഡക്റ്റ്. അപ്പോൾ അങ്ങനെയാണ് ഇതൊരു സൈഫൺ അക്യുഡക്റ്റാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അത് ഇങ്ങനെ പ്രോപ്പർ സെൻറ്റൻസിൽ തന്നെ എഴുതണം, എന്നാലേ മാർക്ക് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് സ്റ്റെപ്സിലോട്ട് പോവാം. സ്റ്റെപ്സിലോട്ട് പോയി കഴിഞ്ഞാൽ ആദ്യത്തെ കുറേ സ്റ്റെപ്സ് ഏകദേശം നിങ്ങളുടെ അക്യുഡക്റ്റിൻ്റെ ഡിസൈൻ സ്റ്റെപ്പിലുണ്ടായിരുന്ന സെയിം തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇതേ സ്റ്റെപ്പ് തന്നെയായിരുന്നു നിങ്ങൾക്ക് അക്യുഡക്റ്റിലുണ്ടായിരുന്ന ഡിസൈൻ ഓഫ് ഡ്രെയിനേജ് വാട്ടർവേ. ഇപ്പോൾ ഡിസൈൻ ഓഫ് ഡ്രെയിനേജ് വാട്ടർവേക്ക് നിങ്ങൾ നേരത്തെ ചെയ്തത് എന്തുമായിരുന്നു? നിങ്ങൾ ലേസീസ് റിജീം തിയറി വെച്ച് നിങ്ങൾ അതിനകത്ത് പെരിമീറ്റർ കണ്ടുപിടിച്ചതാണ്. ലെങ്ത് ഓഫ് വാട്ടർ ഈസിക്കൽ ടു 4.75 റൂട്ട് ക്യൂ നിങ്ങളിട്ടത്. ഇവിടെ അതേ ഇക്വേഷൻ തന്നെ 4.75 റൂട്ട് ക്യൂ എന്നുള്ളത് ഡിസ്ചാർജ് ഓഫ് ഡ്രെയിനേജ് ആണ്. അത് 400 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെങ്ത് ഓഫ് വാട്ടർവേ എന്നുള്ള ഒരു 95 മീറ്റർ എന്നുള്ളത് നിങ്ങൾക്ക് ആദ്യം തന്നെ കിട്ടുവാണ്. സെയിം സ്റ്റെപ്പായിരുന്നു അക്യുഡക്റ്റിലും ചെയ്തത്. അടുത്ത നമ്മൾ ചെയ്തത് എന്തായിരുന്നു? നമ്മൾ ആ സ്പേസിങ്ങും പിയേഴ്സും നമ്മൾ കൊടുത്തു. ആ തൂണുകളെല്ലാം നമ്മൾ കൊടുത്തു. അതായത് ആ ഡ്രെയിനേജിൻ്റെ ഇടയിൽ എത്രമാത്രം തൂണുകളും വരുന്നുണ്ട് അതിൻ്റെ ഇടയിലെ സ്പേസിങ്ങും നമ്മൾ കൊടുത്തു. അതാണ് ഏകദേശം ഒരു ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഓരോന്നിൻ്റെ ഇടയിലുള്ള സ്പേസിങ്ങും ആ പിയേഴ്സുമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്ന പ്രൊവൈഡ് 11 നമ്പർ ഓഫ് സൈഫൺ ബാരൽസ്. ഈ സൈഫൺ ബാരൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അക്യുഡക്റ്റിൻ്റെ കേസിൽ ആ സ്പേസിങ് കൊടുത്തതിന് നിങ്ങൾ ബേസ് എന്നായിരുന്നു പറഞ്ഞത്, BAYS, ബേസ് എന്നായിരുന്ന സ്പേസിങ്ങിന്. ഇവിടെ സൈഫൺ അക്യുഡക്റ്റിൻ്റെ കേസിൽ ആ സ്പേസിങ്ങിന് പറയുന്ന പേരാണ് സൈഫൺ ബാരൽസ് എന്ന്. അപ്പോൾ 11 എണ്ണമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതാണ് ഏകദേശം ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇത് 1 2 3 4 5 6 7 ഇവിടെ ഏകദേശം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 11 സ്പേസിങ് നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 11 നമ്പർ ഓഫ് സൈഫൺ ബാരൽസ് എന്ന് പറയുന്നത്. അത് ഓരോന്നിൻ്റെ സ്പേസിങ് വിഡ്ത്ത് എന്നുള്ള 7.5 മീറ്ററും അതുപോലെ തന്നെ ആ പിയേഴ്സിൻ്റെ തിക്നെസ് എന്നുള്ള 1.25 മീറ്റർ തിക്നെസ്സുമാണ് നമ്മൾ കൊടുക്കുന്നത്. സെയിം തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തു അക്യുഡക്റ്റ് ചെയ്ത പോലെ തന്നെ. അപ്പോൾ 10 പിയേഴ്സ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ തിക്നെസ് 1.25 മീറ്റർ. തിക്നെസ് എന്നുള്ള ഈ ഓരോ തൂണുകൾക്കാണ് നമ്മൾ പറയുന്നത്.
പിന്നെ ആ സ്പേസിങ് അതിൻ്റെ ഇടയിലുള്ള രണ്ടിൻ്റെ ഇടയിലുള്ള സ്പേസിങ്, രണ്ട് പിയേഴ്സിൻ്റെ ഇടയിലുള്ള സ്പേസിങ്ങിന് നമ്മൾ സൈഫൺ ബാരൽസ് എന്ന് പറയുന്നു. അതിൻ്റെ വിഡ്ത്ത് 7.5 മീറ്ററാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ ആദ്യം ലെങ്ത് ഓഫ് ക്ലിയർ വാട്ടർ വേ നോക്കുക. ക്ലിയർ വാട്ടർ വേ എന്നുള്ളത് ആ പറയുന്ന ആ സ്പേസിങ്ങിൻ്റെ ഇടയിൽ ആ ടോട്ടൽ സ്പേസിങ് നമ്മൾ മൊത്തം 11 സ്പേസിംഗ് ആണ് കൊടുത്തത്, അല്ലെങ്കിൽ 11 സൈഫൺ ബാരൽസ് ആണ് കൊടുത്തത്. അതിൻ്റെ ഇടയിലുള്ള സ്പേസിങ് 7.5 ആയിരുന്നു. അതുകൊണ്ട് ലെങ്ത് ഓഫ് ക്ലിയർ വാട്ടർ വേ എന്നുള്ള 11 × 7.5 ദാറ്റ് ഈസ് ഈക്വൽ ടു 82.5 മീറ്റർ എന്ന് കിട്ടും. ഇനി പിയേഴ്സിൻ്റെ നോക്കുക. പിയേഴ്സിൻ്റെ ടോട്ടൽ വിഡ്ത്ത് നമ്മൾ മൊത്തം കൊടുത്തിരിക്കുന്നത് 10 പിയേഴ്സ് ആയിരുന്നു നമ്മളിവിടെ കൊടുത്തിരുന്നത്. 10 പിയേഴ്സ് ഓഫ് 1.25 മീറ്റർ തിക്നെസ് ആണ് കൊടുത്തത്. അപ്പോൾ ടോട്ടൽ വിഡ്ത്ത് ഓഫ് പിയേഴ്സ് നോക്കുക. അപ്പോൾ അത് 10 × 1.25 ദാറ്റ് ഈസ് ഈക്വൽ ടു 12.5 എന്ന് വരും. അപ്പോൾ ദെയർഫോർ ടോട്ടൽ ലെങ്ത് ഓഫ് വാട്ടർ വേ രണ്ടും കൂടെ സം ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ലെങ്ത് ഓഫ് വാട്ടർ വേ എന്നുള്ള 95 മീറ്റർ ആയിരിക്കും നമുക്കിവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കണം. നമുക്കിപ്പോൾ ഈ കിട്ടിയ 95 മീറ്റർ എന്നുള്ളത് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്ത ഇക്വേഷൻ, അതായത് ലേസീസ് ഇക്വേഷൻ 4.75 റൂട്ട് ക്യൂവിൽ ഇക്വേഷൻ കിട്ടിയ 95 മീറ്റർ കറക്റ്റ് തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എപ്പോഴും ഈ ഇക്വേഷൻ വഴി നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു ലെങ്തിനെയും കാട്ടി ഒരിക്കലും കുറഞ്ഞു പോകരുത്. ഈ നമുക്കിപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ഈ പിയേഴ്സ് എല്ലാം കൂടെ കൊടുത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന ഈ വാല്യൂ എന്നുള്ളത് ഒരിക്കലും ആ ഇക്വേഷൻ വഴി കിട്ടുന്നതിനേയും കാട്ടി കുറഞ്ഞു പോകരുത്. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ കൂടിയാലും കുഴപ്പമില്ല. ഇക്വേഷനിൽ നിന്ന് കിട്ടുന്നതിനെ കാട്ടി കുറച്ച് കൂടി ഇരുന്നാലും കുഴപ്പമില്ല, കുറഞ്ഞു പോകരുത്. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കണം. ഇനി നമ്മളവിടെ അക്യുഡക്റ്റ് ചെയ്യാത്ത 2-3 സ്റ്റെപ്പാണ് നമുക്ക് ചെയ്യുന്നത്. ഒന്ന്, നമ്മൾ ലെറ്റസ് അസ്യൂം ദി വെലോസിറ്റി ഓഫ് ഫ്ലോ ത്രൂ ദി സൈഫൺ ബാരൽസ്. ആ ബാരൽസിൻ്റെ ഇടയിൽ കൂടെ പോകുന്ന വെള്ളത്തിൻ്റെ വെലോസിറ്റി ഒരു 2 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുവാണ്. ബിറ്റ്വീൻ 2 and 3 എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ എല്ലാ കേസിലും നിങ്ങൾ 2 അങ്ങ് കൊടുത്താൽ മതി. അപ്പോൾ 2 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം Q ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി, ഡിസ്ചാർജ് ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്നാണ്. അപ്പോൾ ഏരിയ എന്നുള്ള എന്തായിരിക്കും? ഡിസ്ചാർജ് ഡിവൈഡ് ബൈ വെലോസിറ്റി. ഡിസ്ചാർജ് എന്നുള്ള ക്വസ്റ്റിന് തന്നിട്ടുണ്ട്, ഡ്രെയിനേജ് ഡിസ്ചാർജ് 400, വെലോസിറ്റി എന്നുള്ള ഇവിടെ അസ്യൂം ചെയ്തു. അങ്ങനെ ടോട്ടൽ ഏരിയ ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞാൽ 200 മീറ്റർ സ്ക്വയർ നിങ്ങൾക്ക് കിട്ടി. അടുത്തെന്നുള്ള ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും നിങ്ങൾക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിനകത്ത് ഏരിയ ഫ്ലോ ഈസ് ഈക്വൽ ടു ഫ്ലോ വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഫ്ലോ വിഡ്ത്ത് നമുക്കറിയാം. ഫ്ലോ വിഡ്ത്ത് എന്നുള്ളത് നിങ്ങൾ ഈ ടോട്ടൽ ലെങ്ത് ഓഫ് വാട്ടർ വേ അല്ല നിങ്ങൾ എടുക്കേണ്ടത്. ഫ്ലോ വിഡ്ത്ത് എന്നുള്ളത് നിങ്ങൾ ഈ ഒരു 82.5 മീറ്റർ എന്നുള്ളതാണ് എടുക്കേണ്ടത്. കാരണം ഈ പിയേഴ്സിൻ്റെ വിഡ്ത്ത് നമ്മൾ ഒരിക്കലും എടുക്കുന്നില്ല. കാരണം പിയേഴ്സിൻ്റെ ഇടയിൽ കൂടെ എന്തായാലും വെള്ളം പോകത്തില്ല. പിയേഴ്സ് അവിടെ ഇങ്ങനെ ഒരു 1.25 മീറ്റർ തിക്നെസ്സിൽ തന്നെ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ നമുക്ക് വെള്ളം പോകുന്നത് എപ്പോഴും എവിടെ ആ സ്പേസിങ്ങിൽ കൂടെ മാത്രമേ വെള്ളം ഒഴുകി പോകത്തുള്ളൂ. ഈ 1 to 11 വരെ കാണിച്ചിട്ടുള്ള ഇതിൻ്റെ സ്പേസിങ്ങിൽ കൂടെ മാത്രമേ വെള്ളം പോകത്തുള്ളൂ. അതായത് ഈ ക്ലിയർ വാട്ടർ വേ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 11 × 7.5 ദാറ്റ് ഈസ് 82.5 മീറ്ററിൽ കൂടെ മാത്രമേ വെള്ളം ഫ്ലോ ചെയ്യത്തുള്ളൂ. ബാക്കി സ്പേസ് എന്നുള്ളത് പിയേഴ്സാണ്, അതുവഴി എന്തായാലും വെള്ളം ഫ്ലോ ചെയ്യത്തില്ല. അതുകൊണ്ടാണ് 82.5 എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്ലോ ഹൈറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലോ ഹൈറ്റ് കണ്ടുപിടിക്കാനാണ് നമ്മൾ നോക്കുന്നത്. 2.42 മീറ്റർ നമുക്ക് കിട്ടും. അപ്പം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സൈഫൺ ബാരൽസിൻ്റെ വിഡ്ത്തും ഹൈറ്റും നമുക്ക് കിട്ടി. അതുകൊണ്ടാണ് പ്രൊവൈഡ് റെക്റ്റാങ്കുലർ ബാരൽ ഓഫ് 7.5 മീറ്റർ വിഡ്ത്ത് ആൻഡ് 2.4 മീറ്റർ ഹൈറ്റ് എന്ന് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഈ 7.5 മീറ്റർ വിഡ്ത്ത് എന്നുള്ള നമുക്ക് നേരത്തെ കിട്ടിയതാണ്. നമ്മൾ നേരത്തെ ആദ്യം എടുത്തതാണ്. പ്രൊവൈഡ് 11 നമ്പർ ഓഫ് സൈഫൺ ബാരൽസ് ഈച്ച് ഹാവിങ് 7.5 മീറ്റർ വിഡ്ത്ത് നമ്മൾ എടുത്തു. അപ്പോൾ വിഡ്ത്ത് നമുക്ക് ഓൾറെഡി കിട്ടി. ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഹൈറ്റാണ് നമുക്ക് കിട്ടിയത്. ഇനി നിങ്ങൾക്ക് ആക്ച്വൽ വെലോസിറ്റി, നേരത്തെ നിങ്ങൾ 2 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള നിങ്ങൾ അസ്യൂം ചെയ്തെടുത്തൊരു വെലോസിറ്റി ആയിരുന്നു. ഇനി നമുക്ക് ആക്ച്വൽ കണ്ടുപിടിക്കാം. അതാണ് ആക്ച്വൽ വെലോസിറ്റി ഓഫ് ഫ്ലോ ത്രൂ ബാരൽ എന്നുള്ള ഡിസ്ചാർജ് ഡിവൈഡ് ബൈ ഏരിയ. ഡിസ്ചാർജ് എന്നുള്ള 400, ഏരിയ എന്നുള്ളത് ഇപ്പോൾ റെക്റ്റാങ്കുലർ ബാരലിൻ്റെ 7.5 2.4 കിട്ടി. അപ്പോൾ ഫ്ലോ ഡിവൈഡ് ബൈ ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ വെലോസിറ്റി ത്രൂ ബാരൽസ് എന്നുള്ള, അല്ലെങ്കിൽ ആക്ച്വൽ വെലോസിറ്റി ഓഫ് ഫ്ലോ ത്രൂ ബാരൽസ് എന്നുള്ള 2.02 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ഫസ്റ്റ് ഡിസൈൻ സ്റ്റെപ്പിലുള്ളത്. ഇനി സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് പോയി കഴിഞ്ഞാൽ, അതായത് ഡിസൈൻ ഓഫ് കനാൽ വാട്ടർ വേ ആണ്. ഈ കനാൽ വാട്ടർ വേൻ്റെ ഡിസൈൻ എന്നുള്ളത് നിങ്ങൾ അക്യുഡക്റ്റ് ചെയ്ത സെയിം ഡിസൈൻ സ്റ്റെപ്സ് തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. അതായത് കോൺട്രാക്ഷൻ ട്രാൻസിഷൻ 2:1, എക്സ്പാൻഷൻ ട്രാൻസിഷൻ 3:1 എടുത്ത് നിങ്ങൾ ആ ലെങ്ത് കണ്ടുപിടിക്കുന്നതാണ്. ലെങ്ത് ഓഫ് കോൺട്രാക്ഷൻ ട്രാൻസിഷനും ലെങ്ത് ഓഫ് എക്സ്പാൻഷൻ ട്രാൻസിഷനും നിങ്ങൾ കണ്ടുപിടിക്കുന്നത് ഇത് സെയിം തന്നെയാണ്. അക്യുഡക്റ്റിലെ ആ സെക്കൻഡ് സ്റ്റെപ്പ് അതുപോലെ തന്നെ ചെയ്യുക, അതേ ഫിഗർ തന്നെയാണ്. ആ ഒരു വാല്യൂസിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. അതുപോലെ തന്നെ തേർഡ് സ്റ്റെപ്പ് നോക്കിക്കഴിഞ്ഞാൽ, തേർഡ് സ്റ്റെപ്പ് എന്നുള്ള ഡിസൈൻ ഓഫ് ബെഡ് ലെവൽ അറ്റ് ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓഫ് ദി കനാൽ. ഈ ഒരു സ്റ്റെപ്പും സെയിം തന്നെ, അക്യുഡക്റ്റിൽ അതേ കാര്യം തന്നെ. ഓരോ സെക്ഷൻ എടുത്ത് പോവുക, ഓരോ സെക്ഷനിലും എൻ്റെ കനാൽ ബെഡ് ലെവലും എലിവേഷൻ ഓഫ് വാട്ടർ സർഫസ്, അതുപോലെ എലിവേഷൻ ഓഫ് ടോട്ടൽ എനർജി ലൈന്, അങ്ങനെ ഓരോ ലെവലും നിങ്ങൾ കണ്ടുപിടിച്ച് പോവുക. അതുപോലെ തന്നെ ഒരു മാറ്റവും ഇല്ല, ഓരോ സെക്ഷൻ്റെ അടുത്ത് പോവുക.
ഇനി ഫോർത്ത് സ്റ്റെപ്പ് നോക്കിക്കഴിഞ്ഞാൽ, ഫോർത്ത് സ്റ്റെപ്പ് എന്നുള്ളതും സെയിം തന്നെ, ഡിസൈൻ ഓഫ് ട്രാൻസിഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഈ സെയിം ഇക്വേഷൻ തന്നെയാണ് അവിടെ അപ്ലൈ ചെയ്ത സെയിം ഇക്വേഷൻ, മിത്രാസ് ഇക്വേഷൻ എന്നുള്ള സെയിം ഇക്വേഷൻ വെച്ച് നിങ്ങൾ കോൺട്രാക്ഷൻ ട്രാൻസിഷനും എക്സ്പാൻഷൻ ട്രാൻസിഷനും അതിനകത്ത് ഓരോ ലെങ്ത് നിങ്ങൾ കണ്ടുപിടിക്കുക. അതുപോലെ ഫിഫ്ത്ത് സ്റ്റെപ്പും സെയിം തന്നെ, ഡിസൈൻ ഓഫ് ട്രഫ്. നിങ്ങൾ അവസാനത്തെ ആ സ്റ്റെപ്പ്, അതായത് അക്യുഡക്റ്റ് ഡിസൈനിലെ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പാണ് ഡിസൈൻ ഓഫ് ട്രഫ്. അതിലും ഒരു മാറ്റവും വരുന്നില്ല, സെയിം കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ സെയിം വാല്യൂസാണ് നിങ്ങളിവിടെ അസ്യൂം ചെയ്യുന്നത്. കാരണം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2 കമ്പാർട്ട്മെൻറ്റായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അതിനകത്ത് നടുക്കുള്ള പാർട്ടീഷൻ വാളിന് 0.3 മീറ്റർ, അതുപോലെ തിക്നെസ് ഔട്ടർ വാൾസിൻ്റെ സ്ലാബിൻ്റെയൊക്കെ ബോട്ടം സ്ലാബിൻ്റെയൊക്കെ തിക്നെസ് 0.4 ആയിട്ട് എടുക്കുന്നു. അങ്ങനെ നിങ്ങൾ ടോട്ടൽ വിഡ്ത്ത് കണ്ടുപിടിക്കുന്നു. ടോട്ടൽ വിഡ്ത്ത് എന്നുള്ളത് നിങ്ങൾക്കൊരു 11.1 ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നു. ഇതെല്ലാം നിങ്ങൾ ആ ഒരു അക്യുഡക്റ്റിൻ്റെ ഡിസൈനിൽ കണ്ട അതേ സ്റ്റെപ്പ് തന്നെ. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഡിസൈൻ സ്റ്റെപ്പ് നമ്പർ 2, 3, 4, 5 ഈ 4 സ്റ്റെപ്പും ഒരു മാറ്റവും ഇല്ല. അക്യുഡക്റ്റ് ഡിസൈനിൽ കണ്ട അതേ സ്റ്റെപ്പ് അതുപോലെ തന്നെ നിങ്ങൾ എഴുതി വെച്ചാൽ മതി. അതിലൊരു വാല്യൂസ് മാത്രമേ മാറ്റം വരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്കിനി ഇതിനകത്തുള്ള അടുത്ത സ്റ്റെപ്പിലോട്ട് നമുക്ക് പോകാം. സ്റ്റെപ്പ് നമ്പർ 6 ആണ്. സ്റ്റെപ്പ് നമ്പർ 6 എന്നുള്ള ഹെഡ് ലോസ് ത്രൂ സൈഫൺ ബാരൽസ് ആണ്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് HFL, അതായത് ഹയസ്റ്റ് ഫ്ലഡ് ലെവൽ ഓഫ് ട്രെയിൻ ഈസ് ഗീവൺ ആസ് 160.50. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഹയസ്റ്റ് ഫ്ലഡ് ലെവൽ ഓഫ് ഡ്രെയിനേജ്, ലെറ്റ് ദിസ് ബി ടേക്കൺ ആസ് ദി ഡൗൺ സ്ട്രീം ഓഫ് ദി ഡ്രെയിനേജ്. അപ്പോൾ ഡ്രെയിനേജിൻ്റെ ഡൗൺ സ്ട്രീമിലുള്ള ലെവലാണ് ഈ ഹയസ്റ്റ് ഫ്ലഡ് ലെവൽ ഓഫ് ഡ്രെയിനേജ് ആയിട്ട് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന 160.5 എന്നുള്ളത്. നമുക്കതിൻ്റെ അപ്സ്ട്രീം കണ്ടുപിടിക്കണം. അപ്സ്ട്രീം ലെവലാണ് കണ്ടുപിടിക്കാനുള്ളത്. അതാണ് ദെയർഫോർ അപ്സ്ട്രീം HFL, അപ്സ്ട്രീം ഹയസ്റ്റ് ഫ്ലഡ് ലെവൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡൗൺ സ്ട്രീം HFL പ്ലസ് ലോസ് ഓഫ് ഹെഡ് ഇൻ ദി സൈഫൺ ഡ്യൂ ടു ഫ്രിക്ഷൻ ആണ്. അപ്പോൾ ഡൗൺ സ്ട്രീം HFL നിങ്ങൾക്കറിയാം 160.50. ഇനി ലോസ് ഓഫ് ഹെഡ് ഇൻ ദി സൈഫൺ ഡ്യൂ ടു ഫ്രിക്ഷൻ, ആ ഹെഡ് ലോസ് ത്രൂ സൈഫൺ ബാരലിൻ്റെ ഒരു ഇക്വേഷൻ പറയുന്നുണ്ട്. അതാണ് അൺവെൻസ് ഫോർമുല വെച്ചൊരു ഇക്വേഷനാണ്. H is equal to 1 plus F1 plus F2 L/R into V square by 2G. അതായത് ഇതിനകത്ത് ടോട്ടൽ ഹെഡ് ലോസ്, എൻട്രി ലോസ്, ഫ്രിക്ഷൻ ലോസ്, എക്സിറ്റ് ലോസ്, ഈ 3 ലോസും കൂടെ ഇതിനകത്ത് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഹെഡ് ലോസ് ത്രൂ സൈഫൺ ബാരലിന് ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. ഇതിനകത്ത് ഓരോ ടേം നോക്കിക്കഴിഞ്ഞാൽ V എന്നുള്ളത് വെലോസിറ്റി ത്രൂ ബാരൽസ് ആണ്. F1 എന്നുള്ള കോയിഫിഷ്യൻ്റ് ഓഫ് ഹെഡ് ലോസ് അറ്റ് എൻട്രി ആണ്. അത് നമുക്കിവിടെ 0.505 നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ഇനി F2 എന്നുള്ള കോയിഫിഷ്യൻ്റ് ഇൻവോൾവ് ഇൻ ദി ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. അപ്പോൾ അതിൻ്റെ ഒരു ഇക്വേഷൻ A × 1 + B/R എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് എയുടെയും ബിയുടെയും വാല്യൂസ് ഇതിനകത്ത് തന്നിട്ടുണ്ട്. രണ്ടും കോൺസ്റ്റൻറ്റ് വാല്യൂസാണ്. എല്ലാ കേസിലും ഇത് തന്നെ അസ്യൂം ചെയ്യാം. R എന്നുള്ള ഹൈഡ്രോളിക് മീൻ റേഡിയസ് നിങ്ങൾക്ക് അറിയാം. L എന്നുള്ള ലെങ്ത് ഓഫ് ദി ബാരൽ നിങ്ങൾ 5ാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ദി ബാരൽ നോക്കിക്കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ദി ബാരൽ ഈസ് ഈക്വൽ ടു വിഡ്ത്ത് ഓഫ് ദി കനാൽ ട്രഫ് എന്നാണ് പറയുന്നത്. അപ്പോൾ ലെങ്ത് ഓഫ് ദി ബാരൽ നമ്മൾ 5th ആ ഒരു സ്റ്റെപ്പിനകത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ആ ഫിഗർ വരച്ച് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ലെങ്ത് ഓഫ് ദി ബാരൽ എന്നുള്ളത്, അല്ലെങ്കിൽ വിഡ്ത്ത് ഓഫ് ദി ട്രഫ് എന്നുള്ള 11.10 മീറ്റർ ആയിരിക്കും. പിന്നെ വെലോസിറ്റി ഓഫ് ഫ്ലോ ത്രൂ ദി ബാരൽ, വെലോസിറ്റി ഓഫ് ഫ്ലോ ത്രൂ ദി ബാരൽ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. സ്റ്റെപ്പ് 1 2.02 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ വെലോസിറ്റി ഓഫ് ഫ്ലോ ത്രൂ ബാരൽസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വൽ വെലോസിറ്റി ഓഫ് ഫ്ലോ ത്രൂ ബാരൽ 2.02 മീറ്റർ പെർ സെക്കൻഡ് നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ റെക്റ്റാങ്കുലർ ബാരലിൻ്റെ വിഡ്ത്ത് 7.5 മീറ്റർ വിഡ്ത്തും ഹൈറ്റ് 2.4 മീറ്റർ ഹൈറ്റും ആണുള്ളത്. അപ്പോൾ അതും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വേണ്ടത് ഹൈഡ്രോളിക് മീൻ റേഡിയസ് R എന്നുള്ളത്. R ഈസ് ഈക്വൽ ടു ഏരിയ ബൈ പെരിമീറ്റർ, വെറ്റഡ് ഏരിയ ബൈ പെരിമീറ്റർ. അപ്പോൾ ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു വിഡ്ത്തും ഹൈറ്റും 7.5 മീറ്റർ വിഡ്ത്തും 2.4 മീറ്റർ ഹൈറ്റും ആണ് ബാരലിൻ്റെ. അപ്പോൾ അതിൻ്റെ ഏരിയ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. പെരിമീറ്റർ എന്നുള്ളത് ഇതൊരു റെക്റ്റാങ്കുലർ ബാരൽ എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സ്പേസിങ് ആയിരുന്നു. അപ്പോൾ അത് റെക്റ്റാങ്കുലർ ബാരൽസ് ആണ്. അപ്പോൾ അതിൻ്റെ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. 7.5 മീറ്റർ വിഡ്ത്തും 2.4 ഹൈറ്റും ആണ് അതിനകത്തുള്ളത്. അപ്പോൾ അതിൻ്റെ പെരിമീറ്റർ എന്നുള്ള 2 × വിഡ്ത്ത് പ്ലസ് ഹൈറ്റാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് പെരിമീറ്റർ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കിട്ടും പെരിമീറ്റർ. അപ്പോൾ അതിൽ നമുക്ക് R കണ്ടുപിടിക്കാൻ പറ്റും. R = ഏരിയ ബൈ പെരിമീറ്റർ. പിന്നെ ബാക്കി നേരത്തെ കണ്ടുപിടിച്ച പോലെ F1 F2 ഒക്കെ, F2ൻ്റെ ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റായിട്ട് അറിയാം. F2ൻ്റെ ഇക്വേഷൻ നോക്കി A × 1 + B/R നോക്കിക്കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് F2ൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ടോട്ടൽ ഹെഡ് ലോസ് എന്നുള്ളത് H is equal to ഇക്വേഷൻ വെച്ച് നോക്കുക. ഇക്വേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ ഹെഡ് ലോസ് എന്നുള്ള 0.3213 മീറ്റർ കിട്ടും. അപ്പോൾ ദെയർഫോർ അപ്സ്ട്രീം HFL
അപ്സ്ട്രീം HFL നമ്മൾ ആദ്യം പറഞ്ഞു, ഡൗൺ സ്ട്രീം HFL പ്ലസ് ലോസസ് ആണ്. അപ്പോൾ ലോസ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ലോസ് 0.3213 ആണ്. അത് വെച്ച് നമുക്ക് therefore അപ്സ്ട്രീം HFL ഈസ് ഈക്വൽ ടു 160.821 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ 6th സ്റ്റെപ്പിനകത്തുള്ളത്. ഇവിടെ ഈ 6th സ്റ്റെപ്പിൽ എല്ലാവർക്കും വരുന്ന ഒരു ഡൗട്ടാണ്, ഈ ലെങ്ത് ഓഫ് ദി ബാരൽ ഈസ് ഈക്വൽ ടു വിഡ്ത്ത് ഓഫ് ദി ട്രഫ് എന്ന് നമ്മൾ എടുത്തു. അതെങ്ങനെയാണ് ഈ ബാരലിൻ്റെ ലെങ്തും അതുപോലെ ട്രഫിൻ്റെ വിഡ്ത്തും സെയിം ആയെന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് വരും. അപ്പോൾ ഈ ബാരൽസ് എന്തുവാണെന്ന്, സൈഫൺ ബാരൽസ് എന്തുവാണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 2 പിയേഴ്സിനിടയിലുള്ള സ്പേസിങ്ങിനെയാണ് നമ്മൾ ബാരൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് നമുക്ക് 7.5 മീറ്റർ വിഡ്ത്ത് നിന്നും കിട്ടി, 2.4 മീറ്റർ ഹൈറ്റ് നിന്നും നമുക്ക് കിട്ടി. റെക്റ്റാങ്കുലർ ബാരൽസ് ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ താഴെയുള്ള ഈ 2 പിയേഴ്സിനിടയിലുള്ള ഈ സ്പേസിങ്, ഇതാണ് ഇതിൻ്റെ വിഡ്ത്ത്, 7.4 മീറ്റർ വിഡ്ത്ത് നമുക്ക് കിട്ടി. ഇതിൻ്റെ ഹൈറ്റ് എന്നുള്ള ഇതാണ് ഈ ബാരൽസിൻ്റെ ഹൈറ്റ് 2.4 മീറ്റർ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ റെക്റ്റാങ്കുലർ ബാരലാണ് ഇത്, ഇതിൻ്റെ വിഡ്ത്തും നമുക്കറിയാം, ഹൈറ്റും നമുക്കറിയാം. ഇനി ഇതിൻ്റെ ലെങ്തിലോട്ട് വരിക. ഇതിൻ്റെ ലെങ്ത് എന്നുള്ളത് നമ്മൾ ലെങ്ത് ഓഫ് ദി ബാരൽ ഈസ് ഈക്വൽ ടു വിഡ്ത്ത് ഓഫ് ദി ട്രഫ് എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ ട്രഫ് എന്നുള്ളത് നമ്മൾ നേരത്തെ സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രഫ് എന്നുള്ള മേളിക്കൂടെ പാസ് ചെയ്യുന്ന ഈ കനാൽ പാസ് ചെയ്യുന്ന ഈ സ്ട്രക്ചറിനെയാണ് നമ്മൾ ട്രഫ് എന്ന് പറയുന്നത്. അത് 2 കമ്പാർട്ട്മെൻറ്റായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് സൈഡിൽ 2 കമ്പാർട്ട്മെൻറ്റ്, ഇത് ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റ്, ഇത് സെക്കൻഡ് കമ്പാർട്ട്മെൻറ്റ്. അതിൻ്റെ ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. അതിൻ്റെ ലെങ്ത് എന്നുള്ളത് ഇവിടെ ഒരു ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റ് 5 മീറ്റർ, സെക്കൻഡ് കമ്പാർട്ട്മെൻറ്റ് 5 മീറ്റർ, അപ്പോൾ 10 ആയി. നടുക്കുള്ള സ്ലാബ് തിക്നെസ് 0.3 എന്നും പിന്നെ സൈഡ് സ്ലാബ് 2 0.4 എന്നൊക്കെ നമ്മളെടുത്ത് അങ്ങനെ ആ ഒരു മേളിൽ കൂടെ പോകുന്ന ട്രഫിൻ്റെ ആ ഒരു ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ സ്റ്റെപ്പിൽ 11.1 മീറ്റർ എന്നുള്ളത് നമുക്ക് കിട്ടി. അപ്പോൾ ഈ ലെങ്ത് ഓഫ് ദി ബാരൽ, അത് ബാരൽസ് എന്നുള്ള താഴെയാണ് ബാരൽസ് വരുന്നത്, സൈഫൺ ബാരൽസ്. അപ്പോൾ 2 ബാരൽസിൽ കൂടെയാണ് വെള്ളം ഫ്ലോ ചെയ്യുന്നത്. താഴെ സ്ട്രീം അല്ലെങ്കിൽ ഡ്രെയിനേജ് ഒഴുകുന്നത് ഈ പറയുന്ന ബാരൽസിനിടയിൽ കൂടെയാണ്. അപ്പോൾ അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇതാണ് അതിൻ്റെ ലെങ്ത്. ഈ ലെങ്ത് ഓഫ് ദി ബാരൽ എന്നുള്ളത് നമുക്ക് ഈ കിട്ടിയ ട്രഫിൻ്റെ വിഡ്ത്തായിട്ട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലെങ്ത് ഓഫ് ദി ബാരൽ ഈസ് ഈക്വൽ ടു വിഡ്ത്ത് ഓഫ് ദി ട്രഫ് എന്ന് പറഞ്ഞു. അപ്പോൾ താഴെ ഡ്രെയിനേജ് ഒഴുകുന്ന ആ സൈഫൺ ബാരലിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ മേളിക്കൂടെ കനാൽ പാസ് ചെയ്യുന്ന ആ ട്രഫിൻ്റെ വിഡ്ത്തുമായിട്ട് ഈക്വൽ ആയിരിക്കും. അത് നമുക്ക് ഓൾറെഡി കിട്ടി 11.1 മീറ്റർ എന്ന്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ലെങ്ത് ഓഫ് ദി ബാരൽ ഈസ് ഈക്വൽ ടു വിഡ്ത്ത് ഓഫ് ദി ട്രഫ് എന്ന് നമ്മൾ എടുത്തിരിക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്നുള്ള സ്റ്റെപ്പ് നമ്പർ 7 ആണ്. സ്റ്റെപ്പ് നമ്പർ 7 എന്നുള്ള അപ്ലിഫ്റ്റ് പ്രഷർ ഓൺ റൂഫ് ഓഫ് ബാരൽസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കേസ് നമ്മൾ കണ്ടു ബാരൽസ് എന്താണ്, ട്രഫ് എന്താണെന്നുള്ളത്. അപ്പോൾ റെഡ്യൂസ് ലെവൽ ഓഫ് റൂഫ് ഓഫ് ബാരൽസ് ഈസ് ഈക്വൽ ടു റെഡ്യൂസ് ലെവൽ ഓഫ് ബോട്ടം ഓഫ് ട്രഫ്. അതായത് നേരത്തെ ആ ഫിഗറിൽ കണ്ട പോലെ തന്നെ ബാരൽസിൻ്റെ മുകളിലാണ് ട്രഫ് വരുന്നത്. അപ്പോൾ ബാരൽസിൻ്റെ റൂഫിൻ്റെ റെഡ്യൂസ് ലെവൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു മേളിൽ വരുന്ന ട്രഫിൻ്റെ ബോട്ടം ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു റെഡ്യൂസ് ലെവൽ ഓഫ് ബോട്ടം ഓഫ് ട്രഫ്. ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു റെഡ്യൂസ് ലെവൽ ഓഫ് കനാൽ ബെഡ് മൈനസ് സ്ലാബ് തിക്നെസ്. അപ്പോൾ ട്രഫിൻ്റെ ബോട്ടത്തിൻ്റെ റെഡ്യൂസ് ലെവൽ എന്ന് പറഞ്ഞാൽ അത് കനാൽ ബെഡിൻ്റെ റെഡ്യൂസ് ലെവലും സ്ലാബ് തിക്നെസ്സും കൂടെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതിനകത്ത് കനാൽ ബെഡ് എന്നുള്ളത് 160 ആണ് തന്നിരിക്കുന്നത്. റെഡ്യൂസ് ലെവൽ ഓഫ് കനാൽ ബെഡ് എന്നുള്ള ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 160. സ്ലാബ് തിക്നെസ് എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്തായിരുന്നു 40 സെൻറ്റിമീറ്റർ എന്നുള്ളതാണ്. 0.4 മീറ്റർ നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 159.6 മീറ്റർ നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും റെഡ്യൂസ് ലെവൽ ഓഫ് റൂഫ് ഓഫ് ബാരൽസ്. അതായത് താഴെ ബാരലിൻ്റെ റൂഫ് എന്നുള്ളത് ദാറ്റ് ഈസ് ഈക്വൽ ടു റെഡ്യൂസ് ലെവൽ ഓഫ് ബോട്ടം ഓഫ് ട്രഫ്. ഈ മേളിലുള്ള ട്രഫിൻ്റെ ബോട്ടം ആയിരിക്കും. ഈ ഒരു ലെവലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റെഡ്യൂസ് ലെവൽ ഓഫ് ബോട്ടം ഓഫ് ട്രഫ് ഈസ് ഈക്വൽ ടു റെഡ്യൂസ് ലെവൽ ഓഫ് കനാൽ ബെഡ് മൈനസ് സ്ലാബ് തിക്നെസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ മേളിലുള്ള ഇവിടെ ഉള്ള ഈ കനാലിൻ്റെ ബെഡ് എന്നുള്ളത് ഏറ്റവും താഴത്തെ ലെവലാണ്. ഈ വെള്ളം ഒഴുകുന്ന ഏറ്റവും താഴത്തെ ലെവലാണ് റെഡ്യൂസ് ലെവൽ ഓഫ് കനാൽ ബെഡ്. ക്വസ്റ്റ്യനെ തന്നിട്ടുണ്ട് 160 എന്നുള്ളത്. അത് മൈനസ് സ്ലാബ് തിക്നെസ്, അതായത് താഴത്തെ ഈ ഒരു സ്ലാബ് തിക്നെസ് ഉണ്ട്. ആ സ്ലാബിൻ്റെ തിക്നെസ് എന്നുള്ള 40 സെൻറ്റിമീറ്റർ. അപ്പോൾ കനാലിൻ്റെ ഏറ്റവും താഴത്തെ ആ ലെവൽ, അതാണ് കനാൽ ബെഡിൻ്റെ റെഡ്യൂസ് ലെവൽ എന്നുള്ളത്. ഏറ്റവും താഴത്തെ വെള്ളം ഒഴുകുന്ന ഏറ്റവും താഴത്തെ ലെവൽ എന്നുള്ള 160 ആണ്. അത് മൈനസ് ഈ പറയുന്ന ഇതിൻ്റെ ഈ സ്ലാബ് തിക്നെസ്സും കൂടെ എടുത്തു കഴിഞ്ഞാൽ 0.4 ആയിരിക്കും സ്ലാബ് തിക്നെസ്. അപ്പോൾ 160 മൈനസ് 0.4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലെവൽ കിട്ടും. ഈ കനാലിൻ്റെ ഈ താഴത്തെ ഈ ലെവൽ റെഡ്യൂസ് ലെവൽ ഓഫ് ബോട്ടം ഓഫ് ട്രഫ് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 159.6 എന്നാണ് നമുക്ക് കിട്ടുന്നത്.
അടുത്ത് അപ്ലിഫ്റ്റ് ഹെഡ് ഓൺ റൂഫ് ഓഫ് ദി ബാരൽസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് ഈ സ്റ്റെപ്പ് കണ്ടുപിടിക്കാനുള്ള അപ്ലിഫ്റ്റ് പ്രഷറാണ്, അതായത് ബാരൽസിൻ്റെ റൂഫിൽ ആക്ട് ചെയ്യുന്ന അപ്ലിഫ്റ്റ് പ്രഷറാണ്. അപ്പോൾ അപ്ലിഫ്റ്റ് പ്രഷർ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം അപ്ലിഫ്റ്റ് ഹെഡ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്ലിഫ്റ്റ് ഹെഡിൻ്റെ ഇക്വേഷനായിട്ട് ഇവർ പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്സ്ട്രീം HFL മൈനസ് റെഡ്യൂസ് ലെവൽ ഓഫ് റൂഫ് ഓഫ് ബാരൽ മൈനസ് ലോസ് ഓഫ് ഹെഡ് അറ്റ് എൻട്രി പോയിൻ്റ് എന്നാണ്. അപ്പോൾ അപ്സ്ട്രീം HFL ഓഫ് ഡ്രെയിനേജ്, അതായത് താഴത്ത് പോകുന്ന ഡ്രെയിനേജിൻ്റെ അപ്സ്ട്രീം HFL, അത് നമ്മൾ നേരത്തെ കഴിഞ്ഞ സ്റ്റെപ്പ് നമുക്ക് കണ്ടുപിടിച്ചു 160.821, അത് മൈനസ് ഈ റൂഫ് ബാരലിൻ്റെ റെഡ്യൂസ് ലെവൽ, അതാണ് ഈ കിട്ടിയിരിക്കുന്ന 159.6. അപ്പോൾ മൈനസ് 159.6 മൈനസ് ലോസ് ഓഫ് ഹെഡ് അറ്റ് എൻട്രി ഓഫ് ദി ബാരൽസ്, ലോസ് ഓഫ് ഹെഡ് അറ്റ് ദി എൻട്രി ഓഫ് ദി ബാരൽസ്. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ലിഫ്റ്റ് ഹെഡ് കിട്ടും. അപ്പോൾ ഇവിടെ ലോസ് ഓഫ് ഹെഡ് അറ്റ് ദി എൻട്രി ഓഫ് ദി ബാരൽ കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്, 0.505 V²/2g. ഈ സെയിം ഇക്വേഷൻ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പിലും ചെയ്തിരുന്നത്. അതായത് എൻട്രിയുടെ ലോസ്, എൻട്രി ലോസ് എന്നുള്ളത് നമ്മളിവിടെ എടുത്തില്ലേ, ടോട്ടൽ ഹെഡ് ലോസ് ഈസ് ഈക്വൽ ടു എൻട്രി ലോസ് F1 V²/2g, അല്ലെ F1 എന്നുള്ള 0.505 ആയിരുന്നു. അപ്പോൾ 0.505 V²/2g എന്നുള്ളതാണ് എൻട്രി ലോസ്. അപ്പോൾ എപ്പോഴും ആ ഇക്വേഷൻ തന്നെയാണ് വരുന്നത്. അപ്പോൾ അതാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്, 0.505 V²/2g. വെലോസിറ്റി നമുക്കറിയാം, ബാക്കിയെല്ലാം വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് ലോസ് ഓഫ് ഹെഡ് അറ്റ് എൻട്രി ഓഫ് ദി ബാരൽ 0.105 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ അത് വെച്ച് ഡയറക്റ്റായിട്ട് നമ്മൾ അപ്ലിഫ്റ്റ് ഹെഡ് കണ്ടുപിടിക്കുക. അപ്ലിഫ്റ്റ് ഹെഡ് ഇതെല്ലാം കൂടെ എടുത്ത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 1.116 മീറ്റർ നമുക്ക് കിട്ടും. അപ്പോൾ അപ്ലിഫ്റ്റ് ഹെഡ് നമുക്ക് കിട്ടി. അപ്ലിഫ്റ്റ് ഹെഡ് കിട്ടിയെങ്കിൽ അപ്ലിഫ്റ്റ് പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എനിക്ക് അറിയാം. അപ്ലിഫ്റ്റ് പ്രഷർ ഈസ് ഈക്വൽ ടു ρgh എന്നുള്ളതാണ് ഇക്വേഷൻ. അതിനകത്ത് എച്ച് എന്നുള്ളതാണ് അപ്ലിഫ്റ്റ് ഹെഡ്. അപ്പോൾ ρgh അവർ ρgക്ക് പകരം അവർ W എന്ന് എടുത്തിരിക്കുവാണ്. ρg ഈസ് ഈക്വൽ ടു W എന്നുള്ള യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 9.81 kN/m³ എന്ന് എടുത്തിരിക്കുവാണ്. അപ്പോൾ അപ്ലിഫ്റ്റ് പ്രഷറിന് ഇവിടെ WH എന്നുള്ള ഇക്വേഷനാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടുന്ന kN/m² ആൻസർ കിട്ടും. അപ്ലിഫ്റ്റ് പ്രഷർ ഈസ് ഈക്വൽ ടു 10.948 kN/m² നിങ്ങൾക്ക് കിട്ടും. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഡയറക്റ്റ് ഇക്വേഷൻ ρgh എന്നുള്ള ഇക്വേഷനിലും വെച്ച് ചെയ്യാൻ പറ്റും. കാരണം റോ എന്നുള്ളത് ഡെൻസിറ്റി ഓഫ് വാട്ടർ 1000 എടുക്കുക, G എന്നുള്ള 9.81, H എന്നുള്ള ഈ 1.116 മീറ്റർ, ഇത്രയും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അത് Nm/m² ആയിരിക്കും കിട്ടുന്നത്. /1000 ചെയ്ത് കഴിഞ്ഞാൽ 10.948 kN/m² എന്ന് കിട്ടും. അല്ലെങ്കിൽ റോജിക്ക് പകരം ഇവർ ചെയ്തിരിക്കുന്ന പോലെ W എടുക്കുക, യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ എടുത്തിട്ട് ഇൻറ്റു H ചെയ്താലും മതി. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അപ്ലിഫ്റ്റ് പ്രഷർ കിട്ടി. ഇനി ഇതിനകത്ത് ഒരു കാര്യം, നമ്മൾ ഇതിനകത്ത് ആ കോൺക്രീറ്റ് സ്ലാബിൻ്റെ കേസ് നമ്മൾ പറയുന്നില്ല. 0.4 മീറ്റർ തിക്ക് കോൺക്രീറ്റ് സ്ലാബ് ഉണ്ട്. അപ്പോൾ അതൊരു ഡൗൺവേർഡ് ലോഡ് അതിനകത്ത് എക്സേർട്ട് ചെയ്യും. അപ്പോൾ അതാണ് എഴുതിയിരിക്കുന്നത്, ദ 0.4 മീറ്റർ തിക്ക് കോൺക്രീറ്റ് സ്ലാബ് വിൽ എക്സേർട്ട് എ ഡൗൺവേർഡ് ലോഡ്. അപ്പോൾ അതിനെ നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു സെൽഫ് വെയിറ്റ് ഓഫ് ദി സ്ലാബ് എന്ന് പറയും. അപ്പോൾ സെൽഫ് വെയിറ്റ് ഓഫ് ദി സ്ലാബ് നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. അപ്ലിഫ്റ്റ് പ്രഷർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ സ്ലാബിൻ്റെ 0.4 മീറ്റർ തിക്നെസ് ഉള്ള കോൺക്രീറ്റ് സ്ലാബിൻ്റെ ആ സെൽഫ് വെയിറ്റും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഈ കോൺക്രീറ്റ് സ്ലാബാണ്. അപ്പോൾ കോൺക്രീറ്റ് സ്ലാബിൻ്റെ യൂണിറ്റ് വെയിറ്റ്, അസ്യൂം യൂണിറ്റ് വെയിറ്റ് ഓഫ് RCC, റീൻഫോഴ്സ് സിമെൻറ്റ് കോൺക്രീറ്റിൻ്റെ യൂണിറ്റ് വെയിറ്റ് എന്നുള്ള 25 kN/m³ ആണ്. അപ്പോൾ സെൽഫ് വെയിറ്റ് ഓഫ് ദി സ്ലാബ് എന്ന് പറഞ്ഞാൽ സെൽഫ് വെയിറ്റ് ഓഫ് ദി സ്ലാബ് ഈസ് ഈക്വൽ ടു, നമ്മൾ ഈ ഇക്വേഷൻ തന്നെ അങ്ങ് എടുത്താൽ മതി. സെൽഫ് വെയിറ്റ് ഓഫ് സ്ലാബ് WH എന്നുള്ള ഇക്വേഷൻ തന്നെ അങ്ങ് എടുക്കുക. അപ്പോൾ ഇവിടെ W എന്നുള്ളത് യൂണിറ്റ് വെയിറ്റ് ഓഫ് RCC ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 25 kN/m³ ആണ്. H എന്നുള്ള ഹൈറ്റ് എന്നുള്ള ഇവിടെ തിക്നെസ് ആണ്, കോൺക്രീറ്റ് സ്ലാബിൻ്റെ തിക്നെസ്, അത് 0.4 ആണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൽഫ് വെയിറ്റ് ഓഫ് ദി സ്ലാബ് ഈസ് ഈക്വൽ ടു 0.4 × 25, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 kN/m² നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ആ സ്ലാബിൻ്റെ സെൽഫ് വെയിറ്റ് എന്നുള്ളത്. അപ്പോൾ ആ സെൽഫ് വെയിറ്റ് നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ കിട്ടിയ അപ്ലിഫ്റ്റ് പ്രഷറിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നെറ്റ് അപ്ലിഫ്റ്റ് പ്രഷർ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം അപ്ലിഫ്റ്റ് പ്രഷർ കണ്ടുപിടിച്ചു നിങ്ങൾ, പിന്നെ ഈ സ്ലാബിൻ്റെ യൂണിറ്റ് വെയിറ്റും കൂടെ നിങ്ങൾക്ക് കിട്ടി, സെൽഫ് വെയിറ്റും കൂടെ കിട്ടി, രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്താണ് ഈ ചെയ്തിരിക്കുന്നത്. Therefore net uplift pressure acting on the barrel roof is equal to, രണ്ടും കൂടെ സെപ്പറേറ്റ് ആയി 10.948 മൈനസ് 10 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0.948 kN/m² എന്നായിരിക്കും കിട്ടുന്നത്. അതാണ് നെറ്റ് അപ്ലിഫ്റ്റ് പ്രഷർ ആക്ടിങ് ഓൺ ദി ബാരൽ റൂഫ്. പിന്നെ നമ്മൾ എഴുതിയിരിക്കുന്ന ദി ബാലൻസ് ഓഫ് ദി അപ്ലിഫ്റ്റ് പ്രഷർ, അതാണ് നെറ്റ് അപ്ലിഫ്റ്റ് പ്രഷർ 0.948. This is resisted by the reinforcement to be provided on the roof slab.
അതായത് ഈ റൂഫ് സ്ലാബിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് അപ്ലിഫ്റ്റ് പ്രഷർ എന്നുള്ളതാണ് 0.948 kN/m². നിങ്ങൾക്ക് കിട്ടി. അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ളൊരു ഫോഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബെൻഡിങ് ആക്ഷൻ നമ്മൾ കൊടുക്കുന്നതാണ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്നുള്ളത്. റൂഫ് സ്ലാബിൽ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അപ്ലിഫ്റ്റ് പ്രഷറിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ റൂഫ് സ്ലാബിൽ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത്. അതാണ് എഴുതിയിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ബെൻഡിങ് ആക്ഷൻ ഓഫ് ദി സ്ലാബ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് 7th സ്റ്റെപ്പിനകത്തുള്ളത്.